നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇന്ന് 15-ാം തീയതി, 16-ാം തീയതി, നാളെയാണ് വൃശ്ചികം 1. അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പന്റെ നടയിലേക്ക് അനവധി ആളുകൾ എത്തും. ഈ സമയത്ത് തന്നെ വാസു എന്ന് പറയുന്ന ഈ അയ്യപ്പന്റെ എല്ലാമാണ് എന്ന് ധരിച്ചിരുന്ന ആ ധിക്കാരിയെ ED അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു. ED എത്രയും വേഗം തന്നെ ശബരിമലയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ EDയുടെ ഈ ഒരു നീക്കത്തെ നമുക്ക് എങ്ങനെ കാണാം? ഇതിപ്പോ വല്ലാത്ത ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വിശ്വാസം അതിന്റെ ശരിയായ രൂപത്തിലേക്ക് ഇപ്പം ഒരുപക്ഷെ മലയാളികളൊക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് CPM പാർട്ടി ഇരുതിരിയിട്ട് കത്തിച്ചിട്ട് വാസു കയറിയ ആ ഒരു സ്ഥാനം ഇന്ന് മറ്റൊരാള് 7 തിരിയിട്ട് കത്തിച്ചു. ആ 2 തിരിയിട്ട് കത്തിച്ച വാസു കയറിയപ്പോൾ തന്നെ ആ തിരി കെട്ടു എന്നൊക്കെ ഉള്ള ഒരു വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ ആ 7 തിരിയിട്ട് കത്തിച്ച് പുതിയ ദേവസ്വം പ്രസിഡന്റ് കയറിയപ്പോൾ അത് ശുഭപ്രതീക്ഷയാണ് കാണിക്കുന്നത്. ആ വിളക്ക് നന്നായിട്ട് തന്നെ കത്തി ജ്വലിക്കുന്നു അല്ലെങ്കിൽ കത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളും ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഒരു വിശ്വാസമായിരിക്കാം അതൊക്കെ. പക്ഷേ ഇപ്പോൾ ശരിക്കും CPM പാർട്ടി ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വല്ലാണ്ട് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പൊ കുറച്ചുകൂടി അതിന് ആക്കം കൂടുകയാണ്. 2019 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പറയുന്നതോണം CPM-നെ വെട്ടിലാക്കിയെങ്കിലും അതിന്റെ ഏറ്റവും അധികം ഗുണം അനുഭവിച്ച UDF ആയിരുന്നു. അന്ന് BJP-ക്ക് അത്രത്തോളം ഗുണം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ BJP-ക്ക് ഈ ഒരു ശബരിമല വിഷയം എങ്ങനെ ഇത് തീ കത്തിക്കണം എന്നുള്ള ഒരു അങ്കലാപ്പ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ അങ്കലാപ്പൊക്കെ പൂർണ്ണമായി മാറി അമിത്ഷായുടെ പിന്തുണയോടുകൂടി BJP ചില കരുക്കൾ നീക്കുന്നു എന്നുള്ളതാണ് EDയുടെ ഈ ഒരു റിപ്പോർട്ട് വേണമെന്നുള്ള ഒരു ആവശ്യം. ED ഇപ്പോൾ നേരെ ഹൈക്കോടതിയിലേക്ക്, ആദ്യം കോന്നി മജിസ്ട്രേറ്റ് കോടതിയോട് ആവശ്യപ്പെട്ടു 2 FIR-ന്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. കാരണം ഇത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിരിക്കുന്നത് കൊണ്ട് അത് EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് കോടതി കൊടുത്തില്ല, പക്ഷെ ഹൈക്കോടതിയിലേക്ക് പോയി. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കിട്ടാത്ത ആ ഒരു FIR-ന്റെ റിപ്പോർട്ട് ഇപ്പോൾ ED വെറുതെ വിടുന്നില്ല, നേരെ ഹൈക്കോടതിയിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. റിപ്പോർട്ട് വേണം, FIR-ന്റെ റിപ്പോർട്ട്. അത് മാത്രമല്ല സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു മറുപടി കൂടി അത്തരത്തിലേക്ക് വേണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ED ഹൈക്കോടതിയെ സമീപിച്ചു. മിക്കവാറും ഹൈക്കോടതി ആ ഒരു രീതിയിൽ EDക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ EDയുടെ അന്വേഷണം ശബരിമലയിൽ മാത്രമായിരിക്കത്തില്ല, ഇങ്ങ് AKG സെന്ററിലോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ള ഇപ്പൊ ഈ വാതിൽ ഉൾപ്പെടെ കാണുവാനില്ല. അപ്പൊ അത് ഉൾപ്പെടെ അതെങ്ങോട്ട് പോയി ഒരു പക്ഷേ അന്വേഷിച്ച് വരുമ്പോൾ ശബരിമലയിലെ ബാക്ക് സ്റ്റോറിയിലേക്കും കടക്കും. കാരണം അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടോ, കോടാനുകോടി രൂപയുടെ ഏകദേശം 700-800 കോടി രൂപയാണ് ഒരു വർഷം മണ്ഡലകാലത്തിൽ മാത്രം വരുമാനം കിട്ടുന്ന. ആ രൂപയുടെയൊക്കെ പൂഴ്ത്തിവെപ്പും കള്ളക്കണക്കും മാത്രം ആരൊക്കെ ഇതിനകത്ത് വിഹിതം പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു പക്ഷെ ED ഇതിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു അരിച്ചുപെറുക്ക് നടക്കും. അങ്ങനെ ഉണ്ടായാൽ ഒരു പക്ഷേ CPM പാർട്ടി വല്ലാണ്ട് പ്രതിരോധത്തിലാവാൻ സാധ്യതയുണ്ട്. ED നമുക്കറിയാലോ. അപ്പൊ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടന്നു വരുന്നത്, അപ്പൊ ED വരുന്ന പിന്നെ തൊട്ടു പിന്നാലെ പിന്നെ CBI അന്വേഷണമായിരിക്കും. ED കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് CBIക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലേക്കാണ് BJP-യുടെ ഒരു കരുക്കൾ നീക്കിയിരിക്കുന്നത്. അമിത്ഷായിലൂടെ BJP കരുക്കൾ നീക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് CPM പാർട്ടിക്ക് അറിയാം, ഇത് തങ്ങൾ പെടുത്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് വരുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി മനഃപൂർവ്വമായിട്ട് ശബരിമല വിഷയത്തെ വർഗീയവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അന്വേഷണത്തിന്റെ ഗതി മാറ്റിവിടുന്നു, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കുതന്ത്രമാണ് എന്നൊക്കെ തരത്തിലുള്ള പല വിമർശനങ്ങളും വരുന്നുണ്ടെങ്കിലും ഇതിൽ പിടിമുറുക്കിയിരിക്കുകയാണ് BJP. കാരണം BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിന്. അതിൽ ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളിലും ജയിച്ചില്ലെങ്കിലും ചില കോട്ടകൾ, അതായത് തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലുള്ള കോർപ്പറേഷനുകൾ പിടിച്ചടക്കണം. മാത്രമല്ല ഒരു 21% സീറ്റ് വർധനവ് ഉണ്ടാകണം, വോട്ട് വർധനവ് ഉണ്ടാകണം എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. കാരണം 31 പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള അവരുടെ ഒരു തീരുമാനത്തിലേക്ക്, ആ ഒരു എയിമിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയം ഒന്ന് നല്ല രീതിയിൽ ആളിക്കത്തിച്ച് CPM-നെ പ്രതിരോധത്തിലാക്കാനുള്ള എല്ലാവിധ കരുക്കളും ഇപ്പോൾ BJP നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തില്
ED-യുടെ ഒരു വരവ് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഈ നമുക്ക് നോക്കേണ്ടത് 2019 തന്നെ ദേവസ്വം മന്ത്രിയായിട്ടുണ്ടായിരുന്ന നമ്മുടെ കടകംപള്ളിയുടെ ഒരു കാര്യമാണ്. വാസു എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കൊടിയൂന്നി വാണിരുന്ന വാസു എന്ന വ്യക്തി ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റിലാകുമ്പോൾ അല്ലെങ്കിൽ SITയുടെ അറസ്റ്റിലാകുമ്പോൾ തള്ളിപ്പറയാൻ ആരും തയ്യാറല്ല. തള്ളിപ്പറയാനോ കൊള്ളാനോ തയ്യാറല്ല CPM-ലെ പാർട്ടി നേതാക്കൾ, അംഗങ്ങൾ എല്ലാവരും. പക്ഷെ അപ്പോഴും ആ ഘട്ടത്തിലാണ് കടകംപള്ളി പറയുന്നത്, ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ദേവസ്വം കമ്മീഷണറായിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് എന്തോ ഒരു കൈപ്പിഴവ് പറ്റിപ്പോയത്. എന്നാലും അദ്ദേഹം ഇട്ട ഒരു ഒപ്പിലാണ് പ്രശ്നം. ഈ ബോധമില്ലേ എന്നുള്ള ചോദ്യം നമുക്ക് വരുന്നത്. അതായത് തന്റെ മുന്നിൽ വരുന്ന ഒരു റിപ്പോർട്ട് അതിന് ഏതുമായിക്കോട്ടെ കൃത്യമായി പഠിക്കാതെ ഒരു വ്യക്തി, അതും ഇത്രയും ഒരു തസ്തികയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആ ഒരു ഒപ്പിട്ടത് വളരെ ചെറിയ നിസ്സാര കാര്യമാക്കിയാണ് കടകംപള്ളി കാണുന്നത്. മാത്രമല്ല കടകംപള്ളി വാസുവിനെ പോയി കണ്ടു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കണ്ടു, ചേർത്ത് പിടിക്കാനായി ശ്രമിക്കുന്നു. മാത്രമല്ല സർക്കാരിന്റെയും വാസുവിന്റെയും ദൂതനാണ് കടകംപള്ളി എന്നൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യവുമുണ്ട്. നമുക്ക് എങ്ങനെ വിലയിരുത്താം കടകംപള്ളിയുടെ ഈ ഒരു നീക്കത്തെ? തീർച്ചയായിട്ടും കടകംപള്ളി അത്തരത്തിൽ നീക്കിയതിന്റെ ഫലമാണ് ഇപ്പോൾ SITയുടെ നിന്ന് കിട്ടുന്ന ചില സൂചനകൾ. വാസു ഇന്ന് ഈ നിമിഷം വരെ കമാന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കുനിഞ്ഞിരിക്കുന്ന വാസുവിനെയാണ് SIT പല രീതിയിൽ ചോദ്യം ചെയ്യുന്നു, കുനിഞ്ഞിരിക്കുന്നുണ്ട്. മാത്രമല്ല താൻ അയ്യപ്പ വിശ്വാസിയാണ്, താൻ അയ്യപ്പനെ കൊള്ളയടിച്ചിട്ടില്ല, തനിക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള ആ ഒരു സാമട്ടിലുള്ള ഇരിപ്പാണ് ഇപ്പോൾ SITയുടെ മുന്നിൽ വാസു കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷോയെ. ഒരു സാധുവിനെ പോലും ആ പഴയ ഗിറും ഈ ശ്രീജ നേരത്തെ പറഞ്ഞോണം ഭരിച്ചിരുന്ന ആ ഒരു രാജാവിന്റെ പ്രതാപമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ SITയുടെ മുന്നിൽ തല കുനിച്ചിരിക്കുകയാണ് പലപ്പോഴും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകൾ. അത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. കടകംപള്ളി ഈ ചേർത്ത് പിടിച്ചെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ വാസുവിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും പിന്നെ നേരെ ചെന്നെടുക്കുന്നത് AKG സെന്ററിലേക്കും കടകംപള്ളിയിലേക്കും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചിലപ്പോൾ പോയി വാസുണ്ണന്റെ കൂടെ ഞാനുണ്ട്, ഒന്നും മിണ്ടരുത് എന്നുള്ളത് പറയുന്നത്. പക്ഷേ ഇത് അന്വേഷിക്കുന്നത് ഇനിയിപ്പോൾ EDയുടെ അന്വേഷണം, ഒപ്പം ഇത് ആളിക്കത്തിക്കാനുള്ളത്. കാരണം BJP ഇപ്പോൾ ബീഹാറിൽ കൈകടത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ BJP പിടിക്കാത്തത് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോ ഇടത്തും വേരൂന്നിയ അവരുടെ ചില തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ കൃത്യമായി കൊല്ലേണ്ടുന്നിടത്ത് കൊണ്ടിട്ടുണ്ട്. കേരളത്തിലെ പിണറായി വിജയനൊക്കെ അവർക്കൊരു സാമട്ടാണ്. അവർക്ക് ഏതും കളിച്ച് എങ്ങനെ ഇത് ചെയ്യാം. കാരണം അവരുടെ കൈകളിലാണ് ഭരണം, രാജ്യത്തിന്റെ ഭരണം. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ള അറിയാം. ഇപ്പൊ പിണറായി കോൺഗ്രസിനും പലർക്കും ഇട്ട് കൊളുത്തുന്നത് പോലെ അവർക്ക് അതിനേക്കാൾ അപ്പുറം കൊളുത്താനും രക്ഷപ്പെടാനും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ കേന്ദ്രം ഇപ്പോൾ ശബരിമല വിഷയം പിടിമുറുക്കിയെങ്കിൽ അത് BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. കേരളം പിടിച്ചടക്കണം. 2031 പ്രതിപക്ഷത്ത് വരണം, കേരളത്തിൽ വേരൂന്നണം. ഇന്നലെ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരം ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതെല്ലാം മാറ്റും, 10 വർഷത്തെ ഇത് ഞങ്ങൾ 5 വർഷം കൊണ്ട് കാട്ടിത്തരാം. അവർ കാണിച്ചു തരും. ഞാൻ ഇന്നലെ ജഗതി ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ അവിടെ പോയി ഒരു വോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടുത്തെ നാട്ടുകാർ, ഞാൻ ചോദിച്ചു BJP 10 വർഷമായിട്ട് ആ ഏരിയയിൽ അവരാണ് ഭരിക്കുന്നത്. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അവരുടെ വികസനം? നന്നായിട്ടാണ് അവർ വികസനം നടത്തുന്നത്. മാത്രമല്ല BJPയിലെ 10-12 കൗൺസിലർമാരെ ഇപ്പൊ വീണ്ടും നിർത്തിയിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ആ നാട്ടിൽ അവർക്കൊരു പ്രധാന സ്ഥാനം കൊടുക്കുന്നുണ്ട്, നാട്ടുകാരുമായിട്ട് ഇടപെടുന്നുണ്ട്, നാട്ടിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, കൈന്നിട്ടും ചെയ്യുന്നുണ്ട്. BJP തന്നെ അല്ലാതെ ഇറങ്ങി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങൾ BJPയിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 8 വർഷം മുമ്പൊക്കെ BJP എന്ന് പറയുന്നത് ഒരു പുച്ഛമായിരുന്നു. അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ വന്നാലെന്താ, വന്നില്ലേലെന്താ, അതൊക്കെ നമുക്ക് ആ പാടെ അറിയാവുന്ന മുരളീധരനെയോ അങ്ങനെയുള്ള 1-2 പേരെങ്ങനെ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഇപ്പം ജനങ്ങൾക്ക് BJPയിലെ യൂത്ത് വിങ്ങിലെ നേതാക്കന്മാരാരാന്നറിയാം, സംസ്ഥാന അധ്യക്ഷനാരാണ്, അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഇതെന്താണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്തോരം ആൾക്കാരാണ് കാണുന്നത്. പണ്ട് BJP ചാണകം, സംഘി, ആ വോട്ട്, ആർക്കും ഒരു പുച്ഛഭാവരണം ഒന്ന് ആലോചിച്ച് നോക്കാം. അതിൽ നിന്നാണ് കേരളത്തിൽ അവരുടെ വളർച്ച. തൃശ്ശൂര് താമര വിരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അവര് പ്രതിപക്ഷമാണ് അവരിയ്ക്കുന്നത്. അടുത്ത് അവർ പിടിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ തിരുവനന്തപുരം തലസ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ അവര് ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിന്റെ കോർപ്പറേഷനിലും പ്രതിപക്ഷം തന്നെയാണ് BJP. അതെ. അപ്പൊ അത്തരത്തില് ഈ പറയുന്നത് പോലെ BJP വേരൂന്നണം എന്നുള്ളൊരു നിലപാടിലേക്ക് BJP പോകുന്നുണ്ട്. അതിന് CPM-ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂട്ടുപിടിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വിടുന്നു. അപ്പൊ ഇപ്പോൾ വാസു അണ്ണന്റെ വായിന്ന് കമാന്ന് വീഴുന്നില്ല. കാരണം വീഴ്ത്താത്തിന്റെ കാരണം വീണ് കഴിഞ്ഞാൽ പലരും ഇതിൽ കുടുങ്ങും. ഇതിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ആക്കം കൂട്ടിയിരിക്കുക. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി ഇവർക്കൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലതും വരും. പക്ഷെ അതിന് മുന്നേ EDയെ കൊണ്ട് പല രീതിയിലുള്ള
തരങ്ങളും അല്ലെങ്കിൽ ശബരിമല ഉണ്ടായ പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ കേന്ദ്രം ഇരിക്കുന്നത്. ഇനി മാത്രമല്ല, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നിരവധി പേര് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഇനി കേരള ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര ഭരണ ബില്ല് പാസ്സാക്കാനുള്ള ഒരു നീക്കുപോക്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതായത് കേന്ദ്ര സർക്കാർ, അത് പിന്നെ ഇപ്പോൾ BJP ആയിക്കോട്ടെ, വരുന്ന കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാരിന്റെ ഒരു കൺട്രോളിലായിരിക്കണം ഇനി ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തേണ്ടത്. അതായത് കേന്ദ്രത്തിന്റെ പ്രാധാന്യമുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് തന്നെ ഇനി ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് കേരള ക്ഷേത്രങ്ങൾ, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ, ആ നിയന്ത്രണം കേന്ദ്രം കൂടെ ഉണ്ട് എന്നുള്ളത്. കാരണം അതിനൊരു കാരണം എനിക്കത് ശരി എന്നുള്ളൊരു, കാരണം ദേവസ്വം ബോർഡിനെയൊക്കെ പിടിച്ചുവിട്ട സമയം കഴിഞ്ഞു. ഇനി കാരണം കേന്ദ്രത്തിന്റെ ഒരു ഇത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത്ര പെട്ടെന്ന് കള്ളത്തരങ്ങളൊന്നും നടത്താൻ സാധിക്കില്ല. എന്തെങ്കിലും ഒരു പിടി ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഒരു വീഴ്ച വന്നാൽ ഇവിടെ ഭരിക്കുന്ന ഏത് സർക്കാരാണെങ്കിലും അവർക്ക് ഇതിനകത്ത് അട്ടിമറിക്കാൻ പറ്റത്തില്ല. അപ്പൊ കേന്ദ്രത്തിന്റെ ഒരു ഇതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നിൽക്കും. കാരണം ഈ പറയുന്നത് കൊള്ളയും കള്ളത്തരം, ഇപ്പൊ ശബരിമലയിൽ തന്നെ ഇവര് ഒരു വർഷം 800 കോടിയോ 700 കോടി എന്നൊക്കെ പറയുന്നത്, പക്ഷെ 400 കോടി ഉള്ളെന്ന് പറയുന്നു, 300 കോടി എത്ര വരുന്ന കണക്കില്ല. കാരണം ഇല്ല, ആൾക്കാർ എടുത്തിടൂലേ, ഇത് എത്ര പേര് ഇതിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നു, ഡെയിലി എത്ര എടുത്തോണ്ട് ഒന്നും നമുക്കറിയില്ല. നമ്മൾ ഈ കൊണ്ടുവന്ന് ഈ ഭണ്ഡാരത്തിലൊക്കെ ഇടുന്ന തുകയ്ക്ക് വല്ല കണക്കുണ്ട്. ചിലവർ ഒരു നോട്ടുകെട്ടുകൾ മുഴുവൻ ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്നവർ അങ്ങനെയാണ് ഇടുന്നത്. അപ്പൊ ഇത്തരത്തില് ഇത് ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല പല ക്ഷേത്രങ്ങളും കണക്കുകളില്ല. അവർ കൊടുക്കുന്ന സാധനങ്ങൾക്കോ സ്വർണങ്ങൾക്കോ രത്നങ്ങൾക്കോ ഒന്നും വലിയ കണക്കുകളില്ല. ശബരിമല മാത്രമല്ല, ഗുരുവായൂരും മാത്രമല്ല, ചരിത്ര പ്രാധാന്യമുള്ള പല സംഭവങ്ങളും ഈ ക്ഷേത്രങ്ങളുണ്ട്, അതൊന്നും ഇല്ല. അപ്പൊ ഇത്തരത്തിൽ ഇനി ഒരു അടുക്കും ചിട്ടയിലൂടെ കേന്ദ്രത്തിന്റെ ഒരു പിടിയും കൂടെ മുറുക്കി ക്ഷേത്രങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തീരുമാനമൊക്കെ വന്നു. അത് മറ്റൊരു വശം കൂടിയുണ്ട്, രാഷ്ട്രീയ വശങ്ങളുമുണ്ട്. BJPക്ക് ഒരു പക്ഷേ ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. അവിടെ ഈ പറയുന്നത് കൂടുതലും ദളിത് വിഭാഗങ്ങളാണ്. അവരെ എങ്ങനെയാണ് ഒരിക്കലും BJPക്ക് അവിടെ ഒരു ഇത് കോട്ട കിട്ടാൻ സാധ്യതയില്ല. കാരണം BJP അവർ കാണുന്നത് ഒരു ബ്രാഹ്മണിക്ക് ഒരു രീതിയിലാണ്. കാരണം അത്തരത്തിലുള്ള ഉയർന്ന വർഗക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയില്ല. പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ട് അവർ കളിച്ച ഒരു കളിയുണ്ട്. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന്, സാധാരണക്കാരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് NDAക്ക് ഒരു പക്ഷെ കുറച്ചുകൂടെ ഈ പറയുന്നത് നിതീഷ് കുമാർ വീണ്ടും 5ാം തവണ ജയിക്കാനൊക്കെ സാധ്യത. അപ്പൊ ഈ ഒരു അജണ്ട അവർക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിൽക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പം ഹിന്ദു സമുദായങ്ങളെ, അതായത് ഹിന്ദുമത വിശ്വാസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ ഭൂരിപക്ഷ വോട്ട് ഇവർക്ക് വാങ്ങിച്ചെടുക്കണം. കേരളത്തിൽ അത്തരത്തിലുള്ള വോട്ട് വാങ്ങുക, അത് ഏതൊക്കെ പ്രദേശങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. അതിന്റെ ഒരു പ്രത്യേക അജണ്ടയാണ് BJP ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ BJP ഇപ്പോൾ ഈ ഒരു ശബരിമല വിഷയം കേരളത്തിൽ വലിയ രീതിയിൽ കൊണ്ടുവന്നുകൊണ്ട് ED അന്വേഷണം, CBI അന്വേഷണത്തിലേക്ക് പോകും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇതിന് ഏകദേശം ഒരു ധാരണയെത്തും. ഈ മണ്ഡല കാലം അവസാനിക്കുമ്പോൾ അയ്യപ്പൻ തന്നെ ഇതിന് ചില തെളിവുകൾ എന്തായാലും പുറത്തുവിടും. അത് വാസുവണ്ണൻ എത്ര കുനിഞ്ഞിരുന്നാലും, എത്ര പൂട്ടി വെച്ചാലും വായിക്കകത്ത് തൊരയിട്ട് തന്നെ ഇളക്കി തന്നെ ഈ പറയുന്നോണം പല കാര്യങ്ങളും വെളിച്ചത്ത് വരും. ആ വെളിച്ചത്ത് വരുന്നതോടുകൂടി CPM പാർട്ടിയെ ഒരു സമുദായം വെറുക്കുമെന്നുള്ളതിൽ അശേഷം സംശയമില്ല. തീർച്ചയായിട്ടും ശബരിമലയിൽ നിന്ന് സത്യസന്ധത അത് പുറത്തു തന്നെ വരണം. നെല്ലും പതിരും തിരിച്ചറിയണം. അതാണ് ഇവിടുത്തെ ഓരോ അയ്യപ്പ ഭക്തന്മാർക്കും അല്ലാതെ മലയാളികൾക്കും അറിയാനുള്ളത്. തീർച്ചയായിട്ടും 7 തിരി വിളക്ക് ഏന്തിക്കൊണ്ട ജയശങ്കർ, ജയകുമാർ അദ്ദേഹം സ്ഥാനത്ത് ഏൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ വിശ്വാസമുണ്ട്. നെല്ലും പതിരും തിരിഞ്ഞ് സത്യം എന്താണെന്ന് അറിയാൻ സാധിക്കട്ടെ. മറ്റു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നമസ്കാരം.